നമസ്കാരം. രുചി ഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അതാത് കാലഘട്ടത്തിലുണ്ടാകുന്ന മാമ്പഴങ്ങളോ എന്തായാലും ചക്കയായാലും മാങ്ങയായാലും ആപ്പിളായാലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതാണ് ഉചിതവും. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പം മാമ്പഴ കാലമാണ്. അപ്പം മാമ്പഴം കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് നമ്മുടെ അജിതയുടെ വരവ്. അതെന്താണ്, അതിന് ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ന് മാങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, മാങ്ങ കൊണ്ട് നല്ലൊരു പായസമാണ്. നമ്മൾ പല ടൈപ്പ് പായസം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കുടിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ പായസമാണ്, മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പായസം. അപ്പോൾ ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നല്ല പഴുത്ത മാങ്ങ എടുക്കുക, 100 ഗ്രാം ചവ്വരി, തേങ്ങാപ്പാൽ 2 പാലും, തേങ്ങാപ്പാൽ 1 പാലും, കാക്കല പഞ്ചസാര, നെയ്യ്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വെള്ളം. ഇത്രയാണ് ആവശ്യമുള്ള ചേരുവകൾ. ഇതൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് മാമ്പഴ പായസം ഉണ്ടാക്കാം. തുടങ്ങാം. ആദ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? മാമ്പഴം കട്ട് ചെയ്ത് വെച്ചു, ഇനി ചവ്വരി വേവിക്കണം അല്ലേ? വേവിക്കാം. ഓക്കെ. ഇന്ന് തേങ്ങാപ്പാലിൽ വേവിക്കുന്നതിൻ്റെ പ്രത്യേകത ടേസ്റ്റിനാണോ? ടേസ്റ്റിനാണ്. അതിൻ്റെ വെള്ളച്ചവ പായസത്തിൽ. ഓക്കെ. അപ്പോൾ ചുവ വരാതിരിക്കാനും നല്ലതിനും വേണ്ടിയിട്ട്, ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് 2 പാൽ തേങ്ങാപ്പാലിൽ ചവ്വരി വേവിക്കുക. കുറച്ച് നമ്മൾ വച്ചിട്ടുള്ള പാല് ബാക്കി, ആവശ്യത്തിനുള്ള പാലെടുക്കുക, അതിൽ ചവ്വരി വേവിക്കുക. അതിൻ്റെ അടുത്ത് പഞ്ചസാര വല്ലതും ഇടണോ? വെറുതെ വേവിച്ചാൽ മതി. പഞ്ചസാര ഇട്ടാൽ വേവില്ല. ഇത് വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർക്കണ്ടേ. ഓക്കെ. അപ്പോൾ അതൊരു ഗുണപാഠമായി. ഇത് എത്ര മിനിറ്റ് വേണ്ടി വരും ഇങ്ങനെ? 10 മിനിറ്റ്. 10 മിനിറ്റ് വേണം അല്ലേ? അപ്പോൾ ആ സമയം കൊണ്ട് തീർക്കാൻ വേറെ ജോലി? ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടിക്കാം. ഓക്കെ. ഏലക്ക ഇപ്പം മുഴുവനോട് വെച്ചേക്കണം. പൊടിച്ച് വെച്ചാൽ അതൊരു ജോലി കഴിഞ്ഞു. വറുക്കണോ? വറുത്ത് പൊടിക്കാം. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഓക്കെ. ഇത്ര വേണ്ടല്ലോ അല്ലേ? കുറച്ച് മതിയല്ലോ. ഇതിപ്പോൾ പൊടിക്കണമെങ്കിൽ കുറേ ഇട്ട് പൊടിച്ചാൽ പറ്റും. ജാർ റെഡിയാക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി അല്ലേ? ചൂടാക്കിയിട്ട് എടുക്കാം. ആയില്ലല്ലേ? ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങോട്ട് തട്ടാം. ഇതിലേക്ക് ഒരാവശ്യമുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് പിടിച്ചെടുക്കട്ടെ. 2 സ്പൂൺ അണ്ടിപ്പരിപ്പ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഏലക്ക പൊടിച്ചെടുക്കാം. ഏലക്ക നന്നായിട്ട് പൊടിക്കണ്ടേ? ഏലക്കയുടെ പരുവം നോക്കാം. മതിയോ? ഒന്നുകൂടെ വേണോ? ഒന്നുകൂടെ പിടിക്കാം. നമ്മുടെ ഏലക്ക ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞു. അതേപ്പം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കുകയും ചെയ്തു. ചെറിയ ചെറിയ ജോലികൾ ഇവിടെ തീർന്നു കഴിഞ്ഞു. ഇനി പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കാം. ചവ്വരി ഇവിടെ വേവുന്നേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. മാങ്ങ എങ്ങനെയാണ് വേവിക്കണോ അതോ അരച്ചെടുക്കും? നെയ്യിൽ മൂപ്പിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം.
വറുത്ത നെയ്യ് ബാലൻസ് വന്നാണ് അതുകൂടെ ഒഴിച്ച് ഇതിലേക്ക് മാങ്ങ ഇട്ട് വഴറ്റിയെടുക്കാം. നെയ്യ് ഇത്തിരി മതിയോ? മതി. ചൂടായിട്ട് വേണം അല്ലേ? ചൂടായിട്ട് ഇട്ടേട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നെയ്യിലൊന്ന് നന്നായിട്ട് മാമ്പഴം വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റണോ അതോ നന്നായിട്ട് വഴറ്റണം? ഓക്കെ. നമ്മൾ ഈ നേന്ത്രപ്പഴമൊക്കെ വഴറ്റിയെടുക്കും പോലെ അല്ലേ? ഒരു ദിവസം നേന്ത്രപ്പഴം കൊണ്ടായിട്ടായിരുന്നു പായസം, ഇന്നിപ്പോൾ അതിൽ മാങ്ങപ്പഴമാക്കി. ഇനി അടുത്ത സീസൺ എന്താണാവോ? ഒരിക്കൽ ആപ്പിൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും നമ്മുടെ പ്രേക്ഷകർക്ക്. പിന്നെ പല പല ഫ്രൂട്ട് പായസങ്ങളുടെ പൈനാപ്പിൾ അല്ലേ, പൈനാപ്പിൾ, ആപ്പിൾ, മാങ്ങ, ഇനി പഴം, 4 ഫ്രൂട്ട് കൂടെ ആയിക്കഴിഞ്ഞു. ഇത് ഈ കഷ്ണം മതിയോ ഉടയ്ക്കണോ ഇനി? അത് മിക്സിയിൽ ഒന്ന് അരയ്ക്കണം, അപ്പോൾ അതങ്ങ് ഉടഞ്ഞോളും. ഇതിങ്ങനെ ഇളക്കി കൊടുത്തില്ല, ഇതിൻ്റെ ചോട്ട് കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. പായസം തുടങ്ങുമ്പോഴേ ഇളക്കൽ തുടങ്ങി, അപ്പോൾ ഇനിയിപ്പോൾ തീർന്നേരം ഇളക്കാം എന്തായാലും. ഇല്ലേ കുക്കറിലിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഒരു വിസിൽ വേവിച്ചാൽ മതി അല്ലേ? അതൊന്നും എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല എന്താ പറയുക, പഴുത്ത പീയണിക്കൊക്കെ ഇട്ടതുപോലെയുണ്ട്. മാങ്ങ ഇടുന്നതുപോലെ തോലും ഇല്ലാത്തതുകൊണ്ട് അറിയത്തുമില്ല. നെയ്യ് ഇത്തിരി മതിയല്ലോ, അതിന് ചേർക്കണോ? പിന്നെ ചേർക്കണം. പുളിപ്പില്ലാത്ത മാങ്ങ വേണ്ടേ? നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. ഇത്തിരി മതി വഴറ്റിയത്. ചില അരച്ചില്ലെങ്കിൽ ചില മാങ്ങയൊക്കെ ഈ ഒന്ന് ചൂടാകുമ്പോഴേ അത് വെന്ത് കുഴയും, പിന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പം അരയ്ക്കണം. കുറച്ച് ആരോഗ്യമുള്ള കുഴവുണ്ട്, നമുക്ക് ഈ മാമ്പഴത്തിനൊന്ന് അരച്ചെടുക്കാം. വെള്ളവും ചേർക്കണ്ട, അങ്ങനെ അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പം മാമ്പഴം നമുക്ക് അരച്ചെടുക്കാം. നല്ല ജാം പരുവായിക്കണം അല്ലേ?